സാധാരണ കുട്ടികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ അയ്യോ പാപം നിഷ്കളങ്കർ, നമ്മുടെ കുട്ടികൾക്ക് ഒന്നും അറിയില്ല, അവർ നിഷ്കളങ്കരായിട്ടാണ് വളർന്നു വരുന്നത്. ഇങ്ങനെ നിഷ്കളങ്കരും പാവമായിട്ടുള്ള കുട്ടികൾ വളർന്നു വന്നിട്ട് എന്ത് പ്രയോജനം? നല്ല മനസ്സുറപ്പുള്ള, ഏത് തെറ്റും കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുന്ന, പ്രശ്നങ്ങളെ ധീരമായിട്ട് നേരിടാൻ പറ്റുന്ന കുട്ടികളെ നിങ്ങൾ വാർത്തെടുക്കണം. അതിന് ചെയ്യാൻ സഹായിക്കുന്ന 5 കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇതെല്ലാം മാതാപിതാക്കളൊന്നും അറിഞ്ഞിരിക്കണം കേട്ടോ. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ കുട്ടികളുടെ പ്രോബ്ലംസ് അവർ തന്നെ സോൾവ് ചെയ്യാനായിട്ട് അവരോട് പറയുക. പലപ്പോഴും സ്കൂളിൽ ടീച്ചറുമായിട്ടുള്ള പ്രോബ്ലം, മറ്റു കുട്ടികളുമായിട്ടുള്ള പ്രശ്നം, വീട്ടിൽ അവർക്ക് ചുറ്റുമുള്ള ആൾക്കാരുമായിട്ടുള്ള പ്രോബ്ലം, വീട്ടിൽ അമ്മുമ്മയും ആ കുട്ടിയുമായിട്ടുള്ള പ്രശ്നം, ഇങ്ങനെ വീട്ടിലും സ്കൂളിലും അല്ലെങ്കിൽ പുറത്തും അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അവരെങ്ങനെ സോൾവ് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. അവരെ തന്നെ സ്വയം ചിന്തിക്കാൻ പ്രേരിപ്പിക്കുക. ഇതിനുള്ള വഴികൾ അവർ തന്നെ കണ്ടെത്തി പറയുക. നിങ്ങൾക്ക് വേണമെങ്കിൽ 1-2 പോയിന്റ്സ് ഒക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാം, പക്ഷേ അവർ തന്നെ അത് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് കുട്ടികൾക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല കേട്ടോ. സ്വയം അറിയാതെ തന്നെ പ്രശ്നങ്ങളെ സ്വയം മനസ്സിലാക്കി സോൾവ് ചെയ്യാൻ ഇത് അവരെ പഠിപ്പിക്കും. രണ്ടാമത്തെ കാര്യം, ചെറിയ കാര്യങ്ങളിൽ അനാവശ്യമായിട്ട് അവരെ അങ്ങ് പുകഴ്ത്തരുത്. ചെറുതായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ പോലും നമ്മൾ പുകഴ്ത്തി അവരൊരു ലെവലിൽ കൊണ്ടെത്തിക്കുമ്പോൾ അവർക്ക് ഇന്റേൺ ആയിട്ടുള്ള ഒരു മോട്ടിവേഷൻ അങ്ങ് പോകും. പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, അല്ലെങ്കിൽ തെറ്റുകൾ സംഭവിക്കുന്ന സമയത്തോ, അല്ലെങ്കിൽ ചെറിയ ചെറിയ ഇതുണ്ടാകുമ്പോഴോ ഓക്കെ ശരി എന്ന രീതിക്ക് അങ്ങ് വിടുക. പലപ്പോഴും ഇത് അവരുടെ ഉള്ളിൽ തന്നെ ഒരു വാശി ഡെവലപ്പ് ചെയ്യും. എങ്ങനെ ഇത് മുന്നോട്ട് വരണം എന്നുള്ളതും വീണ്ടും ഉയർന്ന വിജയങ്ങൾ നേടി തെളിയിച്ച് കാണിക്കണം എന്നുള്ള ഒരു വാശി കുട്ടികൾ വരാനായിട്ട് സഹായിക്കും. മൂന്നാമത്തത്, കുട്ടികൾക്ക് ചുറ്റും ഒരു അതിർവരം പോയിക്കുക. നിങ്ങൾ ഏതുവരെ പോകാം, എത്ര കാര്യങ്ങൾ വരെ ചെയ്യുക, ഏതിനപ്പുറം ചെയ്യാൻ പാടില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള ബൗണ്ടറി അവർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. ജീവിതത്തിലാണെങ്കിലും കൃത്യമായിട്ടുള്ള ബൗണ്ടറി, അതിർവരമ്പുകൾ സെറ്റ് ചെയ്യുന്നതിന് കുട്ടികൾക്ക് ജീവിതത്തിൽ അത് ഉപകാരപ്പെടും. നാലാമത്തെ കാര്യം പ്രധാനമാണ്. കുട്ടികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മോഡലുകൾ എന്ന് പറയുന്നത് അവരുടെ അച്ഛനും അമ്മയുമാണ്. നിങ്ങൾ എങ്ങനെയാണ് പ്രശ്നങ്ങളെ ഫേസ് ചെയ്യുന്നത്, എങ്ങനെയാണ് നിങ്ങൾ അതിനെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നത്, നിങ്ങൾ കാണിച്ചു കൊടുക്കുക. സ്വയം അറിയാതെ കുട്ടികൾ അത് കണ്ട് പഠിച്ച് മുന്നോട്ട് വരാൻ ശ്രമിക്കും. അഞ്ചാമത്തെ കാര്യം, നിങ്ങൾ കുട്ടികളെ എപ്പോഴും പലരും പറയാറുണ്ട് നന്മ മാത്രം പഠിപ്പിക്കുക, ശരി മാത്രം പഠിപ്പിക്കുക. അല്ല, തെറ്റുകൾ അവർ കണ്ടുപഠിക്കണം, തിന്മ അവർ കണ്ടുപഠിക്കണം. നമ്മുടെ സമൂഹത്തിൽ ഉദാഹരണത്തിന് മാർക്കറ്റിൽ അവരെ ചെറിയ കുട്ടികളാണെങ്കിലും വിട്ട് സാധനം മേടിപ്പിക്കുക. അവർ ചിലപ്പോൾ പറ്റിക്കപ്പെടും. ഇപ്പോൾ മാർക്കറ്റിൽ പോയി വാങ്ങുമ്പോൾ കേടായിട്ടുള്ള സാധനം കൊടുത്ത് അവരെ പറ്റിക്കുമായിരിക്കും. പറ്റിക്കട്ടെ, പറ്റിക്കപ്പെട്ടു എന്ന് കുട്ടികൾ മനസ്സിലാക്കിയാൽ രണ്ടാമതൊരു തവണ അവർ ശരിയായിട്ടുള്ള കാര്യം ചെയ്യാൻ ശ്രമിക്കും. ഇങ്ങനെ സ്വയം അവർ തെറ്റുകളും ശരിയും കണ്ട് മനസ്സിലാക്കുക. ഈ രീതിക്ക് കുട്ടികളെ നല്ല കഴിവുറ്റവരായി നമുക്ക് വാർത്തെടുക്കാം. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യൂ.